അപ്പം മീൻ കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിഷമിച്ചിരിക്കരുത്. ഒരു തക്കാളിക്കയും അല്ലെങ്കിൽ 2 തക്കാളിക്കയും ഒരു സവാളയും ഒരു പച്ചമുളകും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പർ കറി ഉണ്ടാക്കാം. ആ ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതരിഞ്ഞ് ശകലം ഉപ്പും കൂടെ ഇട്ട് അതിനാവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ കൈവച്ച് നല്ലതുപോലെ ഒന്ന് ഞെരടി ഉടച്ച് അതിൽ പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് അടുപ്പിലേക്ക് വെച്ച് അത് വേവിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. വേവിച്ചതിന് ശേഷം അടുത്ത ഇത് നമുക്ക് കാണാം. നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ. നമ്മുടെ സിസ്റൂട്ടി പിടിച്ച സിസ്റൂട്ട് കണ്ടോ, ഇന്നലെ 3 കാ കിട്ടി. നല്ലപോലെ പഴുത്തു. കുട്ടൂസ് തിന്നു, അച്ചാച്ചൻ തിന്നു, മാളു തിന്നു. ഇത് എൻ്റെ പങ്ക് ഇനിയും നിൽപ്പുണ്ട്. നല്ല അടിപൊളി സിസ്റൂട്ട്. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കിയാലോ. കണ്ടോ നമ്മുടെ കറി കണ്ടോ. നമ്മുടെ കറി ഈ പരുവായിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ കറിയിൽ തേങ്ങ ചേർക്കൂലേ, അതുപോലെ ശകലം തേങ്ങ അരച്ച് അതിലേക്ക് നമ്മൾ ചേർക്കുന്നു. നമ്മൾ മീൻ കറി കൂട്ടി ചില മീനൊക്കെ മേടിച്ച് കറി വെച്ചാൽ വലിയ ടേസ്റ്റൊന്നും കാണത്തില്ലല്ലോ. പക്ഷേ ഇതുണ്ടെങ്കിൽ നമുക്ക് 24 അരിയുടെ ചോറുണ്ണാം. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള കറിയാണത്. നമുക്കിപ്പോൾ മീൻ കിട്ടിയേ തീരുവെന്നൊന്നുമില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ് ഇത്. നിങ്ങൾ വയ്ക്കാൻ മറക്കരുത്. അടിപൊളി കറിയാണ്. അയ്യോ, ഇനി നമുക്കിന്ന് മീൻ കിട്ടിയില്ല, ഇനിയിപ്പം അവർ വരുമ്പോൾ ഇനി എന്താ കറി വെച്ച് കൊടുക്കുക എന്നൊന്നും നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കണ്ട. ഒരു തക്കാളിക്ക് ഒരു സവാളയും കൂടെ പെട്ടെന്ന് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ഒരു തക്കാളിയും ഒരു സവാളയും, അല്ലെങ്കിൽ 2 തക്കാളിക്കും ഒരു സവാളയും ഒരു പച്ചമുളകും കൂടി അങ്ങോട്ട് അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടിയും കൂടി ചേർത്ത് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ കൈ വെച്ചൊന്ന് ഞെരടി ഉടച്ച് ഇത്തിരി വെള്ളം ഒഴിച്ചങ്ങ് അടുപ്പിലേക്ക് വെച്ചൊന്ന് വേവിച്ചിട്ട് നമ്മൾ മീൻ തേങ്ങ ചേർക്കില്ലേ, അതുപോലെ ഇത്തിരി തേങ്ങ വടി അരച്ച് ഇതുപോലെ ചേർക്കുക. ഇപ്പോൾ കണ്ടാൽ മീൻ കറി എന്നല്ലേ പറയൂ. കണ്ടോ, മീൻ കറി എന്നല്ലേ പറയൂ. അതുപോലെ ചേർക്കുക. എന്നിട്ട് നോക്കട്ടെ, ഉപ്പുണ്ടോ നോക്കട്ടെ. സൂപ്പറാണ് കേട്ടോ, സൂപ്പർ. കറിയൊക്കെ വയ്ക്കുന്നെങ്കിൽ ഇങ്ങനത്തെ കറികൾ തന്നെ വയ്ക്കണം. ശകല ഉപ്പ്, നമ്മൾ ചോറിരുന്ന കറിയല്ലേ, അതുകൊണ്ട് ശകല ഉപ്പ് ഇടാം. നമ്മൾ തേങ്ങ ഇട്ടയില്ലേ, ശകലം ഒന്ന് ഇതാവട്ടെ.
കടയ്ക്കക്കാരുടെ ഏറ്റവും വലിയ ഉത്സവമാണ് കേട്ടോ കടയ്ക്കൽ തിരുവാതിര. മാർച്ച് 6 തുടങ്ങുകയാണ് കടയ്ക്കൽ തിരുവാതിര. എല്ലാവരും വരണം കേട്ടോ നമ്മുടെ കടയ്ക്കൽ നാട്ടിലേക്ക്. ഇത്തിരി ഒന്ന് തീ കുറച്ച് വെച്ച് കൊടുക്കാം. അതൊന്ന് എൻ്റെ തേങ്ങ നമ്മൾ അരച്ചൊഴിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറി ശകലം ഒന്ന് നെയ്യൊക്കെ തെളിയുമ്പോഴത്തേക്ക് നമുക്ക് ശകലം ഒന്ന് അതിലിപ്പോൾ നമ്മൾ കടുക് വറുത്തിട്ടില്ലല്ലോ, അല്ലാതെ നമ്മൾ കടുക് വറുക്കാതെ വെറുതെ ഇട്ടല്ലേ നമ്മൾ ഞെരടി അങ്ങനെയല്ലേ നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പം നമ്മളൊരു ശകലം കടുക് വറുത്ത് താളിക്കുക. ഈ കടുക് വറുത്തത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം. അപ്പം നമ്മുടെ കറി പൂർണ്ണമായി. നമ്മുടെ മീനിടാത്ത മീൻ കറി ഇവിടെ പൂർണ്ണമായി. സൂപ്പർ. ഇതുപോലെ നിങ്ങൾ വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ഇട്ട് ഈ കറിയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടിപൊളി കേട്ടോ, അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഒരു സവാളയും 2 തക്കാളിയും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ കറി ഉണ്ടാക്കാം. മീനിൻ്റെ ആവശ്യമില്ല, മീനിൻ്റെ ടേസ്റ്റിലുള്ള മീനിടാത്ത മീൻ കറി റെഡിയാണ്. അപ്പോൾ മീനിടാത്ത മീൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റിലൂടെ അതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇനിയും ഈ രീതിയിലുള്ള നല്ല വെറൈറ്റി കറികളുടെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇട്ട് തരും. അപ്പോൾ എൻ്റെ കറി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ.